ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രപഞ്ചനാഥൻ്റെ നിയമങ്ങൾ കഴിവിൻ്റെ പരമാവധി അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന, മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറാൻ സഹായകമാകുന്ന പല ഘടകങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒരു മനുഷ്യൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിലുമെല്ലാം ചങ്ങാതിമാർ അല്ലെങ്കിൽ കൂട്ടുകാർ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. മാത്രമല്ല, തൻ്റെ ജീവിതയാത്രയിൽ എവിടെയോ വച്ച് തനിക്ക് കിട്ടിയ കൂട്ടുകാർ അവർ തൻ്റെ സ്വർഗപ്രവേശനത്തിനോ നരകപ്രവേശനത്തിനോ വരെ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ചങ്ങാതിമാരെക്കുറിച്ചും ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി ഭാവിയിൽ വരും വരായ്മകളെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു കാര്യം, وَقَيَّضْنَا لَهُمْ قُرَنَاءَ فَزَيَّنُوا لَهُم مَّا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَحَقَّ عَلَيْهِمُ الْقَوْلُ فِي أُمَمٍ قَدْ خَلَتْ مِن قَبْلِهِم مِّنَ الْجِنِّ وَالْإِنسِ إِنَّهُمْ كَانُوا خَاسِرِينَ. ചില ആളുകൾക്ക് നാം ചില കൂട്ടുകാരെ ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ കൂട്ടുകാർ അവർക്ക് തങ്ങളുടെ മുമ്പിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും നല്ല ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ മേലും ശിക്ഷയെപ്പറ്റിയുള്ള പ്രഖ്യാപനം സ്ഥിരപ്പെടുകയുണ്ടായി. തീർച്ചയായും അവർ നഷ്ടം പറ്റിയ ആളുകളാണ് എന്ന് ഒരു വിഭാഗം ചങ്ങാതിമാരെക്കുറിച്ച്, ഒരു വിഭാഗം കൂട്ടുകാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സഹവാസവും കൂട്ടുകെട്ടും നിമിത്തം മനുഷ്യൻ നന്നായി തീരുവാനും ദുഷിച്ചു പോകുവാനും ഇടവരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കൂട്ടുകൂടുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ കണ്ണികളാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ ഉൾക്കാഴ്ചയോടുകൂടി തന്നെയുള്ളൊരു തിരഞ്ഞെടുപ്പ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നമുക്കറിയാം, മനുഷ്യരായ നമുക്ക് ചില കാര്യങ്ങളൊന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അത് അല്ലാഹു തീരുമാനിച്ചതാണ്. എനിക്കെൻ്റെ മാതാപിതാക്കൾ ആരാകണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ പലതും. അതേ അവസരത്തിൽ വേറെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും, തിരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ എന്നൊക്കെ പറയുന്നത്. ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് നമുക്ക് പിഴച്ചാൽ, അവിടെ പാളിപ്പോയാൽ അത് വല്ലാത്തൊരു പിഴവായിരിക്കും. അത് ദുനിയാവിൽ മാത്രമല്ല പരലോക ജീവിതത്തെ വരെ തകർത്തു കളയുന്ന ഒന്നായിട്ട് മാറും. എന്ത്? നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് ചില ജാഗ്രതകൾ നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ. നമുക്കറിയാലോ, ഇന്ന് പലപ്പോഴും സമൂഹത്തിൻ്റെ അവസ്ഥ, കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് ആളുകൾ സംഘടിക്കുന്നതും കൂട്ടുകാരെ ഉണ്ടാക്കുന്നതുമൊക്കെ തിന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിലുള്ള നേരം പോക്കിന് വേണ്ടി, അങ്ങനെ കൂട്ടുകൂടാനാണ് പല ആളുകൾക്കും താല്പര്യം. അതാണ് കാണാൻ കഴിയുന്നത്. ഒന്നുകിൽ സൊറ പറഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ, അതൊരു ട്രെൻഡാണ്. അങ്ങനെ കൂട്ടുകാർ ഒന്നിച്ച് അങ്ങനെ
ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു കൂടുന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടി വെറുതെ മരച്ചുവട്ടിലും ക്ലബ്ബുകളിലും അങ്ങനെ ചുറ്റിക്കറങ്ങി ഇരിക്കാനും നടക്കാനും, ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ വേണമെങ്കിൽ പറയാം തിന്മകൾ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന കൂട്ടുകെട്ടും കൂട്ടുകാരുമൊക്കെ. ഇങ്ങനെ ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അത് ദുനിയാവിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തെ കൂടി ബാധിക്കുമെന്ന് മാത്രമല്ല, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഖേദിക്കാനും കണ്ണു തുറിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് കാരണമാകും എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. മഹാനായൊരു പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹിമഹുല്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഒരു അടിമയ്ക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് നല്ല കൂട്ടുകാരെ കിട്ടുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് എന്താണ്? അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ കിട്ടുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മോശം കൂട്ടുകെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നത് ഒരു അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്നാണ്. എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ കൂട്ടുകാരൊക്കെ മോശമാണെങ്കിൽ അത് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി റബ്ബ് നൽകുന്നൊരു പരീക്ഷണമാണ്, ശിക്ഷയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പം നല്ല കൂട്ടുകെട്ട്, നല്ല കൂട്ടുകാർ, നല്ല ചങ്ങാതിമാർ, നല്ല സുഹൃത്ത് വലയങ്ങൾ ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ ചീത്ത കൂട്ടുകാർ ഒരു മനുഷ്യനെ അധമരിൽ അധമനാക്കി തീർക്കുകയും ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. നല്ല കൂട്ടുകെട്ട് ഉപകാരപ്രദമായ അറിവും വളരെ മഹത്തായ സ്വഭാവ ഗുണങ്ങളും സമ്മാനിക്കുമ്പോൾ, ചീത്ത കൂട്ടുകെട്ടുകളും ചീത്ത സുഹൃത്ത് വലയങ്ങളും ഇതെല്ലാം അവരിൽ നിന്നും തടയുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആരാണ് നല്ല കൂട്ടുകാരെന്നും നല്ല കൂട്ടുകെട്ടിലൂടെ എന്താണ് നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും ലഭിക്കുന്ന ഗുണങ്ങളെന്നുമൊക്കെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം അത് ദുനിയാവിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ പരലോകത്തിലേക്കുള്ള ആഗ്രഹത്തിലേക്ക് എത്തിക്കും. ദുനിയാവിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്നതിൽ നിന്ന് പരലോകത്തെ ആഗ്രഹിക്കുകയും ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്കും നിങ്ങളെ നയിക്കും. നല്ല കൂട്ടുകാരെ കുറിച്ചാണ് ഈ പറയുന്നത്. മറ്റൊരു മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, നിനക്ക് നന്മ അറിയിച്ചു തരുന്ന, ആ നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന, നന്മകൾ നീ മറക്കുമ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കുന്ന, നിനക്ക് വിവരമില്ലാത്ത സാഹചര്യങ്ങളിൽ നിനക്ക് വിവരം പഠിപ്പിച്ചു തരുന്ന നിന്റെ കൂട്ടുകാരെ നീ കണ്ടെത്തിയാൽ അവരെ നീ മുറുകെ പിടിക്കുകയും അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യണമെന്ന വളരെ ഗൗരവപ്പെട്ടൊരു വർത്തമാനാണത്. ഒറ്റ വാക്ക് പറഞ്ഞാൽ, നിരന്തരം നിന്നെ നന്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നന്മകൾ മറക്കുമ്പോൾ അത് നിന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം കൂട്ടുകാരെ നിനക്ക് കിട്ടിയാൽ നീ അവരെ മുറുകെ പിടിക്കുകയും അവരെ കൈവിടാതിരിക്കുകയും ചെയ്യണം. ഇതേ ആശയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവെ അനുസരിക്കുന്നതിൽ നിന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട് നിനക്കുണ്ടെങ്കിൽ നീ അവനെ മുറുകെ പിടിക്കണം. അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഒഴിവാക്കാൻ എളുപ്പവുമാണ്. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നല്ല കൂട്ടുകെട്ടിനെ കുറിച്ചും അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന വർത്തമാനങ്ങളാണ്. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ
തൻ്റെ സുഹൃത്ത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നന്മയുടെ പുണ്യത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിനെ ഓർക്കാൻ എന്നെ സഹായിക്കുന്നവനായിട്ടല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല എന്നാണ്. ഇതെന്തിനാ പറയണമെന്ന് ചോദിച്ചാൽ, എൻ്റെ മുമ്പിൽ കുട്ടികൾ ഉൾപ്പെടെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. നമുക്കെല്ലാം കൂട്ടുകെട്ടുകളുണ്ട്, കൂട്ടുകാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ ചങ്ങാതിമാർ ഏത് ഗണത്തിൽ പെടുന്നു, നാളെ പടച്ചറപ്പിൻ്റെ മുമ്പിൽ പോകുമ്പോൾ വിരൽ കടിച്ച് കണ്ണു തുറിച്ച് അന്താളിച്ച് നിൽക്കേണ്ടുന്നൊരു ഗതികേടിലേക്ക് എത്തിക്കുന്ന ഫ്രണ്ട്ഷിപ്പാണോ കൂട്ടുകെട്ടാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ അത് എവിടെയാണെങ്കിലും, ക്യാമ്പസ് ആകാം, ജോലി സ്ഥലമാകാം, നാട്ടിലുള്ള ചുറ്റുവട്ടങ്ങളാകാം, എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതല്ല. ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരാളെ സുഹൃത്തായിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെയും കൃത്യമായ ലക്ഷ്യം മറ്റാർക്കുമില്ലെങ്കിലും ഒരു വിശ്വാസിക്കുണ്ടാകണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ആരെയെങ്കിലൊക്കെ കൂട്ടുകാരായിട്ട് എടുക്കുക, കണ്ടവരോടൊപ്പം കൂടുക എന്നതല്ല. കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്ത് പോലും ഒരു വിശ്വാസിക്ക് കൃത്യമായ ലക്ഷ്യവും നിലപാടും ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിലും പരാജയത്തിലുമൊക്കെ, പരലോക വിജയത്തിൽ അവൻ്റെ കൂട്ടുകാരന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇസ്ലാം ഇത്ര ഗൗരവത്തിൽ ഇത് പറയുന്നത്? നമ്മുടെ ദുനിയാവിലും പരലോകത്തുമൊക്കെ നമ്മളെടുക്കുന്ന നിലപാടുകൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതിനെയൊക്കെ മാറ്റിമറിക്കാനും സ്വാധീനിക്കാനും നമ്മുടെ സുഹൃത്തുക്കൾക്ക് കഴിയും എന്നതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആരെയാണോ നമ്മൾ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നത്, അവൻ്റെ സ്വഭാവവും അവൻ്റെ ഗുണങ്ങളുമൊക്കെയാണ് പലപ്പോഴും മനസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ സംസ്കാരത്തിലാണ്, മതത്തിലാണ്. ഫല്ലൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, ഞാൻ ആരെയാണ് കൂട്ടുപിടിക്കുന്നത്, ഞാൻ ആരെയാണ് എൻ്റെ കൂട്ടുകാരനായി ചങ്ങാതിയായി സ്വീകരിക്കുന്നത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു അറബി കവിതയുണ്ട്, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ കരീനിഹി. എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നീ നിന്നെക്കുറിച്ച് എന്നോട് പറയണ്ട, നിന്റെ കൂട്ടുകാരൻ ആരാന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഒരു അറബി കവിതയാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും ഒരു ബയോഡാറ്റയും എനിക്ക് തരേണ്ടതില്ല. നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളെ സ്വഭാവം എന്താ, നിങ്ങളെ നിലപാടെന്താ, നിങ്ങളുടെ സംസ്കാരം എന്താ, ഇതൊക്കെ എനിക്കറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരൻ ആരാന്ന് എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ മനസ്സിലാക്കിക്കൊള്ളാമെന്ന എന്ന് പറഞ്ഞാൽ അതന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്, അവനവൻ്റെ കൂട്ടുകാരൻ്റെ സംസ്കാരത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരെയാണ് തങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുകാരാക്കി സ്വീകരിക്കുന്നത്, ആരെയാണ് എന്ന് നല്ലപോലെ ആലോചിക്കണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു തുള്ളി വെള്ളം അതൊരു സമുദ്രത്തിലേക്കാണ് വീഴുന്നതെങ്കിൽ ആ ഒരു തുള്ളി വെള്ളവും ഉപ്പുരസമായിട്ടാണ് മാറുക. അതേ ഒരു തുള്ളി വെള്ളം നിറയെ പാല് നിറച്ചു വച്ചിരിക്കുന്ന ഒരു പാൽപാത്രത്തിലേക്കാണ് ഒറ്റ വീഴുന്നതെങ്കിൽ ആ ഒരു തുള്ളി വെള്ളവും ശുദ്ധമായ പാലായിട്ടാണ് മാറുക. ഇനി ആ ഒരു തുള്ളി വെള്ളം നമ്മുടെ കുടയിൽ നിന്ന് ഒറ്റ വീഴുന്ന ഒരു തുള്ളി വെള്ളം അതൊരു ചളിവെള്ളത്തിലേക്കാണ് വീഴുന്നതെങ്കിൽ ആ ശുദ്ധമായ ഒരു തുള്ളി വെള്ളം അത് ചളിവെള്ളമായിട്ടാണ് മാറുക. ആരോടൊപ്പമാണോ നമ്മുടെ കൂട്ടുകെട്ട്, അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവ ജീവിത രീതികളും നിലപാടുകളും കാഴ്ചപ്പാടുകളും മാറും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരാണ് ചീത്ത കൂട്ടുകാരാണ് എന്ന് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, ഒരു ഉപമയുണ്ട്. മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഹിൽ ഖിയോ.
നല്ല മനുഷ്യൻ്റെ, നല്ല കൂട്ടുകാരുടെയും ചീത്ത കൂട്ടുകാരുടെയും ഉപമ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്ദരമായ ഒരു ചിത്രീകരണത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാ? നല്ല കൂട്ടുകാരൻ്റെ ഉപമ കസ്തൂരി വഹിക്കുന്നവനെ പോലെയാണ്. അത് പണ്ഡിതന്മാർ അത്തറ് കച്ചവടക്കാരനെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും ബാഗിൽ അത്തറും തൂക്കി നടക്കുന്ന, സുഗന്ധം പരത്തുന്ന അത്തറ് കച്ചവടക്കാരനെ പോലെയാണ്, കസ്തൂരി വഹിക്കുന്നവനെ പോലെയാണ് നല്ല കൂട്ടുകാരൻ്റെ ഉപമ. ചീത്ത കൂട്ടുകാരുടെ ഉപമ എന്താ? ഉലയിൽ ഊതുന്നവനെ പോലെ. നമ്മൾ കാണാറുണ്ടല്ലോ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഈ ഇരുമ്പ് മടാളും അരിവാളൊക്കെ പിന്നെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് തീ ഊതി കത്തിക്കുമല്ലോ. അവനെ പോലെയാണ് മോശം കൂട്ടുകാരൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരെ, നല്ല ഫ്രണ്ട്സിനെ, നല്ല കൂട്ടുകാരെ ഹബീബ് പരിചയപ്പെടുത്തുന്നത് കസ്തൂരി വിൽക്കുന്നവനായിട്ടാണ്. അവൻ്റെ കൂടെ കൂടിയാൽ എപ്പോഴും നിങ്ങൾക്ക് സുഗന്ധമാണ് ലഭിക്കുക. അത് വല്ലാത്തൊരു ഉദാഹരണമാണത്. ഇതിലും വലിയൊരു ഉദാഹരണം വേറല്ല. നല്ല ഒരു അത്തറ് കച്ചവടക്കാരൻ്റെ കൂടെ നിങ്ങൾ പോയാൽ, അവൻ്റെ ഒപ്പം കുറച്ചു നേരം നിങ്ങൾ സഹവസിച്ചാൽ നിങ്ങൾക്ക് സുഗന്ധമാണ് ലഭിക്കുക. ഇനി കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവനിൽ നിന്ന് വല്ലാത്ത സുഗന്ധം ആസ്വദിക്കാൻ കഴിയും എന്നാണ്. കസ്തൂരി വഹിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ, അല്ലെങ്കിൽ അത്തറ് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ ആരും വെറുക്കില്ല. അയാളുടെ സാന്നിധ്യത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാർ അങ്ങനെയാണ്. ജീവിത വിശുദ്ധിയും തെളിഞ്ഞ സ്വഭാവചര്യകളും കൊണ്ട് അവർ ചുറ്റുപാടുകളെ സുഗന്ധപൂരിതമാക്കിക്കൊണ്ടിരിക്കും. അതാണ് നല്ല കൂട്ടുകാർ. അവനിലുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ, അവൻ്റെ ജീവിത വിശുദ്ധി, ഇതുകൊണ്ട് അവൻ തൻ്റെ ഒപ്പം കൂടിയവരെയും ഒപ്പമുള്ളവരെയൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്ന, സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും, നന്മയുടെ സുഗന്ധം. അവൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന. അതുകൊണ്ട് ആ നല്ല കൂട്ടുകാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മസലുൽ അഖവൈനി ഇദൽ തഖയാ മസലുൽ യദൈൻ യഗ്സിലു ഇഹ്ദാഹുമൽ ഉഖ്റ. രണ്ട് നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ പോലെയാണ്. രണ്ട് കൈകൾ പോലെയാണ്. രണ്ട് കൈകൾ കൂടി ഉരസി വൃത്തിയാക്കുമ്പോൾ ഒരു കൈ മറ്റേ കൈയിനെ വൃത്തിയാക്കാൻ സഹായിക്കുന്നു എന്നതുപോലെയാണ് നല്ല കൂട്ടുകാർ. അവർ എപ്പോഴും ഒപ്പമുള്ളവരെ നന്നാക്കാനും വൃത്തിയാക്കാനും പരസ്പരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായിട്ട് മാറുക എന്നതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം. കസ്തൂരി ചുമക്കുന്നവനെ പോലെ, അത്തറ് കച്ചവടക്കാരനെ പോലെ, എവിടെയും പരിമളം പരത്തുന്ന, സുഗന്ധം പരത്തുന്ന, നന്മയുടെ സൽസ്വഭാവത്തിൻ്റെ സുഗന്ധം സമൂഹത്തിൽ അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് മാറാൻ ഒരു വിശ്വാസിക്ക് കഴിയുക എന്നുള്ളതാണ്. അതേസമയം ഈ രണ്ടാമത്തെ ആളെക്കുറിച്ച് എന്നാ പറഞ്ഞേ, ചീത്ത കൂട്ടുകാരനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. ഈ ഉലയിൽ ഊതുന്നവൻ്റെ അവസ്ഥ എന്താ? എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ തീപ്പൊരി പാറിക്കൊണ്ടിരിക്കും, അല്ലേ? തീപ്പൊരി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടല്ലാതെ അവിടെ ഇരിക്കാൻ കഴിയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ തീയിൻ്റെ പോറലുകളിൽ വന്നിട്ട് ശരീരത്തിൽ തട്ടും, വസ്ത്രത്തിൽ തട്ടും, വസ്ത്രം കരിച്ചു കളയും, ഓട്ടപ്പെടുത്തും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ചീത്ത കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ഉലയിൽ ഊതുന്നവനെ പോലെയാണെന്നാണ്. കൂട്ടുകൂടുന്നവരുടെ ജീവിത വിശുദ്ധിയും വ്യക്തിത്വവുമൊക്കെ തൻ്റെ ദുശ്ശീലങ്ങളുടെ തീക്കാറ്റുകൊണ്ടവൻ കരിച്ചു കളയുമെന്നാണ്. നല്ല വെള്ള വസ്ത്രമിട്ട് നിങ്ങൾ ആ തീ ഇങ്ങനെ ഊതിക്കാച്ചുന്നിടത്ത് പോയി ഇരുന്നാൽ നിങ്ങൾ ഡ്രസ്സൊക്കെ ചിലപ്പോൾ നാശമായി എന്ന് വരും. അങ്ങനെയാണ്. നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ പോലും കൂട്ടുകെട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങളിലുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് അനുഭവങ്ങളാണ്. നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണിതൊക്കെ. സൽസ്വഭാവികളായ ആളുകൾ പോലും ഏതൊക്കെയോ തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പെട്ടുപോയപ്പോൾ ഉള്ള നന്മകളൊക്കെയും നഷ്ടപ്പെട്ട, നാടിനും സമൂഹത്തിനും ഷർറായിട്ട് മാറിയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഇതാണ് ഈ പറയുന്ന ഗൗരവത്തിൽ. വിലയിലൂതുന്നവൻ അവനെപ്പോലെ അഴുക്കുകളും മാലിന്യങ്ങളും മറ്റുള്ളവരുടെ നേരെ എപ്പോഴും അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു താക്കീതായിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അൽ വഹദതു ഖൈറും മിൻ ജലീസി സൂ. ഒറ്റക്കിരിക്കലാണ് ചീത്ത കൂട്ടുകാരനേക്കാൾ നല്ലത്. നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനും കിട്ടിയില്ല നല്ലതായിട്ട്. എവിടെ നോക്കിയാലും നശിച്ച കാലം എന്ന് വിചാരിക്കുക. ചീത്ത കൂട്ടുകാരേ ഉള്ളൂ. ഒരു ക്യാമ്പസിൽ എത്തപ്പെട്ടു, നല്ലവരായിട്ട് ആരുമില്ല.
അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും പറയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ ഉള്ളൂ. ഒറ്റയ്ക്കിരിക്കലാണ് നല്ലത്. ചീത്ത കൂട്ടുകാരനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒറ്റയ്ക്കിരിക്കലാണ്, ഏകാന്തതയാണ്. ചീത്ത വർത്തമാനത്തേക്കാൾ നല്ലത് മിണ്ടാതിരിക്കലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിസ്സാര കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലും മനസ്സിലും ഉണ്ടാകണമെന്നാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പുലർത്തേണ്ടുന്ന സൂക്ഷ്മതയെക്കുറിച്ച് ഇമാം ജഅഫർ സാദിഖ് റഹിമഹുല്ലാഹ് പറയുന്നൊരു വലിയ വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? കളവ് പറയുന്നവൻ, വിഡ്ഢി, പിശുക്കൻ, ഭീരു, ദുർനടപ്പുകാരൻ എന്നിവരുമായിട്ടൊന്നും നീ കൂട്ടുകൂടാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ വിശദീകരിക്കുകയാണ്. കളവ് പറയുന്നവനാണ് നിന്റെ കൂട്ടുകെട്ടെങ്കിൽ അവൻ നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തും. മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയായിരിക്കും അവൻ. അടുത്തുള്ളതിന് അകലെയും അകലെയുള്ളതിന് അടുത്തായിട്ടും അവൻ തോന്നിപ്പിക്കും. കളവ് പറയുന്നവൻ കൂട്ടുകൂടാൻ പാടില്ല. വിഡ്ഢിയോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ഒരു ഉപകാരവും നിനക്കവൻ തരില്ല. ഉപകാരം ചെയ്യണമെന്നവൻ ആഗ്രഹിച്ചാൽ തന്നെ അത് ഉപദ്രവമായിട്ടാ മാറുള്ളൂ എന്ന് പറയും. വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്ന പോലെ വിഡ്ഢികളായ കൂട്ടുകെട്ടാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലെ അത് ഉപദ്രവമായിട്ടാ മാറുള്ളൂ. അതുകൊണ്ട് അത്തരം ആളുകളൊപ്പം നിങ്ങൾ കൂടാൻ നിൽക്കണ്ട. പിന്നെ പിശുക്കനാണ്. പിശുക്കൻ, ബഖീൽ, അവൻ നിനക്ക് അവനെ ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവൻ നിന്നെ കൈയൊഴിയും. നിനക്കവനെ ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവൻ നിന്നുമായുള്ള ബന്ധം വിച്ഛേദിക്കും. ഇനി ഭീരുക്കളാണെങ്കിലോ വിഷമഘട്ടങ്ങളിൽ അവർ നിന്നെ കൈവടിയും. ദുർവൃത്തന്മാരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതിനേക്കാൾ നിസ്സാരമായ വിലയ്ക്ക് വേണ്ടി നിന്നെ വിറ്റുകളയാൻ മടിക്കില്ല. ഇതൊക്കെ ഈ ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നൂറ്റാണ്ടുകൾക്കും പണ്ഡിതന്മാർ വരച്ചു വെച്ചത്. മനസ്സിലാക്കണം. നിങ്ങൾ കൂട്ടുകാരെ തേടുമ്പോൾ, നിങ്ങൾ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ എങ്ങനെയുള്ള കൂട്ടുകാരെ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. ഖലീഫ മഅ്മൂൻ അദ്ദേഹം കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞത്, കൂട്ടുകാർ 3 തരത്തിലാണ്. 3 തരത്തിലാണ് കൂട്ടുകാർ. ഒരു വിഭാഗം ഭക്ഷണം പോലെയാണ്, മനുഷ്യ ശരീരത്തിൻ്റെ ഭക്ഷണം പോലെയാണ് എന്ന് പറഞ്ഞാൽ അതില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അത് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തത് രോഗിക്ക് ഔഷധം, മരുന്ന് പോലെയാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പനി വരുമ്പോൾ മാത്രമേ മരുന്ന് കുടിക്കാൻ പാടുള്ളൂ. എല്ലാ സമയവും കുടിക്കാൻ അത് അപകടത്തിലേക്ക് എത്തിക്കും. ചില കൂട്ടുകാർ അങ്ങനെ, ചില ആവശ്യമുള്ള സമയങ്ങളിൽ, ഘട്ടങ്ങളിൽ മാത്രമേ അവരിട്ട് കൂട്ടുപാടുള്ളൂ. മുഴുവൻ സമയവും ഒപ്പം മുന്നോട്ട് പോയാൽ അത് ജീവിതത്തെ തകർക്കും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരു രോഗം പോലെയാണ്. അവരുടെ സാന്നിധ്യം തന്നെ വേണ്ട എന്നാണ് പറയണത്. സാന്നിധ്യം തന്നെ വേണ്ട. അത് പിടിപെട്ടാൽ ശരീരം തന്നെ, ജീവിതം തന്നെ താറുമാറായി പോകുമെന്നായി പറഞ്ഞത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വർത്തമാനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമല്ല, ആ കൂട്ടുകെട്ടും ആ ബന്ധങ്ങളുമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കും വേണം. ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, ഈ ബന്ധങ്ങളൊക്കെയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുണ്ടാക്കിയെടുക്കുന്ന കൂട്ടുകെട്ടൊന്നും നിലനിൽക്കൂല, അത് തകർന്നു പോകും, ഗുണപ്പെടൂല എന്നിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കൂട്ടുകെട്ടുകളെ കുറിച്ച് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുദീർഘമായൊരു ഹദീസുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ. നബി പറയാണ്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അവർ അമ്പിയാക്കളല്ല, ശുഹദാക്കളല്ല. പിന്നെ ആരാ? അന്ത്യനാളിൽ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്തായ സ്ഥാനം കാണുമ്പോൾ അമ്പിയാക്കളും ശുഹദാക്കളും വരെ കൊതിച്ചു പോകും. അവരെപ്പോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. സ്വഹാബികൾ ചോദിച്ചു, ആരാ റസൂലേ അവര്? അമ്പിയാക്കളും ശുഹദാക്കളും അല്ലെങ്കിൽ അമ്പിയാക്കളും ശുഹദാക്കൾ പോലും അയാൾക്ക് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടണേ എന്ന് ആഗ്രഹിക്കുമെങ്കിൽ ആരാ റസൂലേ ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഒരു വിഭാഗം ജനങ്ങളാണ്, അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം കൂട്ടുകൂടിയ ആളുകളാണ്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം കൂട്ടുകൂടിയ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ ആളുകളാണ്. അവർക്ക് നാളൊരു സ്ഥാനം അല്ലാഹു കൊടുക്കും. അത് അമ്പിയാക്കന്മാർക്ക് പോലും കിട്ടാത്ത, ശുഹദാക്കൾക്ക് പോലും കിട്ടാത്തൊരു സ്ഥാനമായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്,
നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് കൊണ്ടായിരിക്കണം. നന്മയുടെയും തഖ്വയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ നന്മയുടെയും തഖ്വയുടെയും അടിസ്ഥാനത്തിലല്ലാതെ കെട്ടിപ്പൊക്കുന്ന കൂട്ടുകെട്ടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അത്തരം കൂട്ടുകെട്ടുകൾ നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായിട്ട് മാറുമെന്നാണ്. അങ്ങനെ നാളെ പരലോകത്ത് നമ്മുടെ കൂട്ടുകെട്ടുകൾ ശത്രുക്കളായി മാറാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളിൽ കൂട്ടുകാരെ സ്വീകരിക്കാൻ കഴിയണം. ഒരു മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോൾ തൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചില ആളുകൾ അവരെ പരിതപിക്കുക പരലോകത്തെത്തിയിട്ട്. എന്നിട്ട് അവൻ പറയുന്ന കാര്യം എന്താ അറിയോ? യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനിൻ ഖലീല. ഇന്നവനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായുമായിരുന്നു. കൂട്ടുകാരെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ വിലപിക്കുന്ന രംഗം പഠിപ്പിക്കുക. നാളെ മഹ്ശറിൽ ചില ആളുകളെ തടഞ്ഞു നിർത്തി പറയുമെത്ര കൂട്ടുകാരനോട്, എടാ നശിച്ചവനെ, നന്ദി കെട്ടവനെ, നിന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇന്നെനിക്ക് ഈ ഗതി വന്നത് പരലോകത്ത് മഹ്ശറിൽ, ഈ ഗതി എനിക്ക് ഇങ്ങനെ വന്നത് നിന്റെ കൂടെ കൂടിയിട്ടാണ്, നിന്നെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടാണ്. ഈ കോലത്തിലേക്ക് എന്നെ എത്തിച്ചത് നീയാണ് എന്ന് മനുഷ്യൻ പറയുന്ന രംഗം ഖുർആൻ നേർക്ക് നേരെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, അവിടെ പോയിട്ട് ഇത് ബോധ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് ഇവിടുന്ന് ബോധ്യപ്പെടണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടം നിറഞ്ഞതാണ്. അത് ക്യാമ്പസിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പലപ്പോഴും പല തിന്മകളിലേക്കും പല ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് വരെ പല മനുഷ്യരെയും എത്തിക്കുന്നത് ഈ കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ പരലോക ജീവിതത്തിന് കൂടി മുതൽക്കൂട്ടാകുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. സദ്വൃത്തരായ ആളുകളുമായി ഇടപഴകി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയിൽ നിന്ന്, ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്ന്, ആരാധനാ കർമ്മങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടക്കച്ചവടമാണ്. തിരിച്ചറിയണം. നന്മയിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന സുഹൃത്ത് വലയങ്ങൾ, ചങ്ങാതിമാർ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് നഷ്ടക്കച്ചവടമാണ്. നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, ഏത് ഘട്ടത്തിലും സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളും മറ്റുള്ളവർക്ക് അങ്ങനെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു കൂട്ടുകാരനായി മാറാൻ നമുക്കും കഴിയണം, സാധിക്കണം. സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? കൂട്ടുകാരെന്നാണ്. ചങ്ങാതിമാരെന്നാ സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു കൂട്ടുകാരൻ ഉണ്ടാവേണ്ടുന്ന എല്ലാ ഗുണങ്ങളും പരിപൂർണമായ അവസ്ഥയിൽ ഉൾക്കൊണ്ട മഹാന്മാരായിരുന്നു അവർ. സ്വഹാബെ കിറാമിൻ്റെ ജീവിതചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് വിശദീകരിക്കാനുള്ള സമയപ്പല്ല. ആ തലത്തിലേക്കും ആ അർത്ഥത്തിലേക്കൊക്കെ ഉയരാൻ നമുക്ക് കഴിയണം, സാധിക്കണം. നമ്മൾ തിരഞ്ഞെടുത്ത കൂട്ടുകാരനെക്കുറിച്ച് നാളെ പരലോകത്ത് വിലപിക്കുന്ന, ഖേദിക്കുന്ന, ഇന്നാലിന്ന മനുഷ്യന്മാരെ ഞാൻ നാട്ടിലും വീട്ടിലും ക്യാമ്പസിലുമൊക്കെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ പടച്ചോനെ എന്ന് കണ്ണു തുറിച്ച് വിലപിക്കുന്ന ഒരു ഗതികേടിലേക്ക് എനിക്കും നിങ്ങൾക്കും പോകാൻ പാടില്ല. അതുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആൻ വരെ വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്ത വിഷയമാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ, സ്വീകരിക്കാനും നമുക്ക് കഴിയണം, സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.